ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ പ്ലസ് ടു ഇക്കണോമിക്സിലെ മൈക്രോ ഇക്കണോമിക്സിലെ ചാപ്റ്റർ 3 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. 2025 ടു 2022 വരെ മെയിൻ എക്സാമിന് ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് 2025 1 മാർക്കിന് ചോദിച്ച ചോദ്യം: ദ ഇക്വിലിബ്രിയം പ്രൈസ് ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് വെൻ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഇസ് അലൗഡ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് P ഈക്വൽ ടു മിനിമം ഓഫ് AC, അതായത് ഡി ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ ഈ ക്വസ്റ്റ്യൻ്റെ. ഓക്കെ, യെസ്. ഇനി നമുക്കത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു മാർക്കറ്റ്. ഓക്കെ, അവിടെ കുറേ സെല്ലേഴ്സ് ഉണ്ട്, അവരെല്ലാവരും വിൽക്കുന്നത് സെയിം പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഒരു സെല്ലറിന് പോലും അവിടുത്തെ പ്രൈസിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അതായത് അവരെല്ലാവരും സെയിം പ്രൊഡക്റ്റ് ആണ് വിൽക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും ഫോളോ ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസ് മാത്രമാണ്. അല്ലാണ്ട് ഒരാളും പ്രൈസ് കൺട്രോൾ ചെയ്ത് അയാളുടെ ഇഷ്ടത്തിന് വിൽക്കുന്നില്ല. മാർക്കറ്റിലെ പ്രൈസ് എത്രയാണോ അതിനാണ് വിൽക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണെന്ന് ഇവിടെ പറഞ്ഞു അല്ലേ. അതായത് സെല്ലേഴ്സിന് ഇഷ്ടമുള്ളപ്പോൾ മാർക്കറ്റിൽ വന്ന് വിൽപ്പന നടത്താം, ഇഷ്ടമുള്ളപ്പോൾ വിൽപ്പന നിർത്തി മാർക്കറ്റിൽ നിന്ന് പോവാം. ഓക്കെ, അവർ ഇപ്പോൾ നോക്കാം, സെല്ലേഴ്സ് കൂടുതൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്ന് കാണുവാണെങ്കിൽ മറ്റുള്ള സെല്ലേഴ്സും ഇവരുടെ അടുത്ത് ജോയിൻ ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ സെല്ലേഴ്സ് ഒരുപാട് പൈസ നഷ്ടപ്പെടുകയാണ്, അവർക്ക് പൈസ നഷ്ടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറേ സെല്ലേഴ്സ് മാർക്കറ്റിൽ നിന്ന് ലീവ് ആവും, പോകും. സോ ഇതാണ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ പ്രൈസിന്റെ കാര്യം പറയാം. അവിടെ പ്രൈസ് എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് എത്രയാണോ അതായിരിക്കും പ്രൈസ് ആയിട്ട് വെക്കുക. കാരണം എന്താ ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് സെല്ലേഴ്സ് ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സെല്ലേഴ്സ് വരും. അങ്ങനെയാണെങ്കിലോ പ്രൈസ് പിന്നെയും കുറയും. ഓക്കെ, പക്ഷെ സെല്ലേഴ്സിന് പൈസ കുറവാണ്, നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണെന്നാണെങ്കിൽ ചില ആളുകൾ ലീവ് ആവും, ചില സെല്ലേഴ്സ് അവിടെ നിന്ന് ലീവ് ആവും മാർക്കറ്റിൽ നിന്ന്. എന്നിട്ടോ അപ്പോൾ എന്ത് സംഭവിക്കും, പ്രൈസസ് കൂടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, പ്രൈസ് ഈക്വൽ ടു മിനിമം ഓഫ് ആവറേജ് കോസ്റ്റ് AC എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ എടുത്തത്. ഇനി ആദ്യം തന്നെ ആവറേജ് കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ടോട്ടൽ കോസ്റ്റിൽ നിന്ന് നമ്പർ ഓഫ് യൂണിറ്റ്സ്, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഡിവൈഡ് ചെയ്യണം. അതായത് ടോട്ടൽ കോസ്റ്റിൽ നിന്ന് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ദാറ്റ് ഇസ് ആവറേജ് കോസ്റ്റ്. ഓക്കെ, അതായത് ഇപ്പോൾ ഇതിലെല്ലാ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും, മെറ്റീരിയലിന്റെ കോസ്റ്റ്, ലേബർ കോസ്റ്റ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആവറേജ് കോസ്റ്റ്, അതായത് മിനിമം ആവറേജ് കോസ്റ്റിന്റെ പ്രൈസിനോട് ഈക്വൽ ആയിട്ടായിരിക്കും. ഓക്കെ, പ്രൈസ് മിനിമം ആവറേജ് കോസ്റ്റിനോട് ഈക്വൽ ആയിട്ട് വരുന്ന ആ രീതിയിലാണ് ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഫേംസ് അവരുടെ കോസ്റ്റ് കവർ ചെയ്യുന്ന പോലെയാണ് എന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതിൽ നിന്ന് പിന്നെ ലാഭം ഉണ്ടാക്കുന്ന പോലെ അത് ഇല്ല. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ, ഫേംസ് അവരുടെ കോസ്റ്റ് കവർ ചെയ്യാനായിട്ടുള്ളത് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് പിന്നെ പ്രോഫിറ്റ് മേക്കിംഗ് എന്ന് പറയുന്നൊന്നും നടക്കുന്നില്ല. ഓക്കെ, അവരുടെ പ്രൈസ് എപ്പോഴാണ് ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവരുടെ പ്രൈസ് എപ്പോഴാണോ മിനിമം ഓഫ് ആവറേജ് കോസ്റ്റിലേക്ക് എത്തുന്നത് അത്രയും പ്രൊഡക്ഷനാണ് അവിടെ നടക്കുന്നുള്ളൂ. ഓക്കെ, ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉള്ള ടോട്ടൽ കോസ്റ്റ് എത്രയാണോ അതിൽ നിന്ന് എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആവറേജ് കോസ്റ്റ്. ഓക്കെ, ഇനി മിനിമം ഓഫ് ആവറേജ് കോസ്റ്റ് എന്ന് പിന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കാം, ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കർവിൽ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആണ് മിനിമം ഓഫ് ആവറേജ് കോസ്റ്റ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ 200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം, അതിന്റെ ടോട്ടൽ കോസ്റ്റ് 1800 ആണെന്ന് വിചാരിക്കാം. ആവറേജ് കോസ്റ്റ് എങ്ങനെ കാണും, ഈ 1800 ഡിവൈഡ് ബൈ 200 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, നമ്മുടെ ആവറേജ് കോസ്റ്റ്, അതായത് 9 എന്നുള്ള ആൻസർ. ഓക്കെ, ഇനി മിനിമം ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കോസ്റ്റ് നിൽക്കുന്ന ഒരു പോയിന്റ്, അതായത് ഇപ്പോൾ 8 പെർ യൂണിറ്റ് എന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ അത് ഞാൻ പറഞ്ഞത് ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണെന്ന് പറഞ്ഞു, പിന്നെ മിനിമം ആവറേജ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനൊക്കെ താഴെയാണ്, 8 ആയി. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ, ഇത്രയും നിങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കാം. നെക്സ്റ്റ് നോക്കാം, ആവറേജ് റവന്യൂ ഈക്വൽ ടു ഡാഷ്. ഇതിന് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TR/Q ആണ്. ഓക്കെ, ആവറേജ് റവന്യൂ കാണാനായിട്ട് TR/Q. അപ്പോൾ ആദ്യം തന്നെ ആവറേജ് റവന്യൂ എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഒരു ഫേം ഏൺ ചെയ്യുന്ന ടോട്ടൽ റവന്യൂവിൽ നിന്ന് എത്ര ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് വിറ്റു എന്നുള്ളത് ഡിവൈഡ് ചെയ്യുന്നു കിട്ടുന്നത്. TR/Q ആണ്, ടോട്ടൽ റവന്യൂവിൽ നിന്ന് Q എത്ര ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് വിറ്റു എന്നുള്ളത് ഡിവൈഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ, ഒരു ഫേം 100 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ റവന്യൂ 10,000 എന്ന് വിചാരിക്കുക. ആവറേജ് റവന്യൂ കാണാനായിട്ട് ഈ 10,000 നിന്ന് അത് അവർ വിൽക്കുന്ന 100നെ ഡിവൈഡ് ചെയ്യണം, അപ്പോൾ കിട്ടുന്നതാണ് ആവറേജ് റവന്യൂ. ഓക്കെ, അതായത് ഓരോ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ എത്ര റവന്യൂ ഏൺ ചെയ്യുന്നു അതിനെയാണ് ആവറേജ് റവന്യൂ എന്ന് പറയാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ, ആവറേജ് റവന്യൂ കാണാനായിട്ട് ചെയ്യേണ്ടത് ടോട്ടൽ റവന്യൂ ബൈ Q ക്വാണ്ടിറ്റി. ഇനി അടുത്ത് നോക്കാം,
ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ടേബിൾ TFC TVC TC ഓൾറെഡി തന്നു, ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, MC കാണണം. ഇവിടെ നോക്കി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എത്ര ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ആൻസർ ആണ്. നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ കുറേ വരുന്നുണ്ട്. അതാ കണ്ടോ, ഒരു 8 മാർക്സിന്റെ വന്നേക്കുന്നത്. അത് ഇനിയുണ്ട്, തീരണില്ല. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടോ. സോ ഈ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആണ്. ഇത് നമ്മൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്കതിപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ആൻസർ എന്നുള്ളത് ഇത് തന്നെ പഠിക്കാം. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എന്താ പറയുക, കാൽക്കുലേറ്ററും ബുക്കും പേനയൊക്കെ എടുത്തിട്ട് എഴുതട്ടോ. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, TFC തന്നിട്ടില്ല, TVC തന്നിട്ടില്ല, TC തന്നിട്ടുണ്ട്, MC തന്നിട്ടില്ല. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ ഉള്ളത്? ഫസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് TFC എന്ന് പറയുന്നത് TC തന്നെയാണ്. TCയുടെ ഫസ്റ്റ് കിടക്കുന്ന ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് തന്നെയാണ് TFC. ഇവിടെ എത്രയാണ് കിടക്കുന്നത്? TCയുടെ ആദ്യത്തിൽ കിടക്കുന്നത് 100 അല്ലേ? സോ അത് തന്നെയാണ് TFC ഫുള്ളായിട്ട് എഴുതേണ്ടത്. ഓക്കെ, സോ TFCയുടെ ആൻസേഴ്സ് താഴെ നമുക്ക് 100 എന്ന് എഴുതാം. ഓക്കെ, കാരണം ഇവിടെ TCയുടെ ഫസ്റ്റ് വാല്യൂ എത്രയാണോ അതാണ് TFCയുടെ ഫുൾ വാല്യൂ ആയിട്ട് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. അത് ഫസ്റ്റ് നമ്മൾ ചെയ്യണം. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അതിൽ കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. അതായത് ഈ ഒരു ഇതെടുത്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇവിടെ കണ്ടോ, ഈ TCD 100 തന്നെയാണ് ഇവിടെ ഫുൾ എഴുതിയേക്കുന്ന 100. അത് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് നോക്കേണ്ടത്, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത് നോക്കാം. TVC കണ്ടുപിടിക്കണം. ഓക്കെ, സോ TVC കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, സോ TVC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞുതരാം. TC മൈനസ് TFC. TC മൈനസ് TFC. ഇപ്പോൾ ഇവിടെ എത്രയാണ്? ആദ്യത്തെ എത്രയായിരിക്കും? 100 ആണ് TC, ഫസ്റ്റ് ചോദ്യം അല്ലേ? അതിൽ നിന്ന് TFC മൈനസ് ചെയ്തേ. 100ൽ നിന്ന് TFC നമ്മൾ പറഞ്ഞു എല്ലാം 100 തന്നെയായിരിക്കും അല്ലേ? എല്ലാം 100 ആണ്. സോ 100 മൈനസ് 100 അവിടെ എന്ത് വരും? 0. സോ അത് കറക്റ്റായി. ഇനി അടുത്തത് 150 മൈനസ് 100. അതിന്റെ താഴെ ഏതാണ്? 150. സോ 150 മൈനസ് അഗൈൻ ഇവിടെ 100 അല്ലേ? 100. അപ്പോൾ എത്രയാണ് അവിടെ ആൻസർ വരും? 50. അങ്ങനെ നമ്മൾ എടുത്ത് എഴുതണം. അടുത്തത് 180 മൈനസ് 100 എത്ര വരും? 80. 200 മൈനസ് 100 100. അത് കഴിഞ്ഞിട്ട് 210 മൈനസ് 100 110. ലാസ്റ്റ് 215 മൈനസ് 100 115. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ TVC കാണാനായിട്ട് ചെയ്യേണ്ടത് എന്താണ്? TC മൈനസ് TFC. ഓക്കെ, നിങ്ങൾ അതവിടെ എഴുതി വെക്കണം. നമുക്ക് എപ്പോഴും വേണ്ടതാണ് TVC ഈക്വൽ ടു TC മൈനസ് TFC. ഓക്കെ, അത് ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് വൺ MC ശ്രദ്ധിക്കണം. MC ആണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വന്നത്. MC ഈസി ആണ് കേട്ടോ, വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉള്ളത് MC ആണ്. ഓക്കെ, MCയിൽ എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. MCയുടെ ഫസ്റ്റ് വാല്യൂ നമ്മൾ എന്താ അവിടെ നമ്മളൊന്നും എഴുതണം എന്നില്ല. ഇവിടെ 100 തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, MCയുടെ ഫസ്റ്റ് വാല്യൂ നമ്മളിവിടെ എന്താ പറയുക കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെൽറ്റ TC ബൈ ഡെൽറ്റ Q ആണ്. ഓക്കെ, ഡെൽറ്റ TC ബൈ ഡെൽറ്റ Q. അതായത് അല്ലെങ്കിൽ ഇതേ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ചെയ്താൽ മതി. ഫസ്റ്റ് തന്നെ ഈ 150 മൈനസ് 100 അപ്പോൾ എത്രയാണ്? 50. പിന്നെ അടുത്തത് എന്താ? 180 മൈനസ് 50, സോറി 150 30. 200 മൈനസ് 180 20. 210 മൈനസ് 100 10. 250 മൈനസ് 210 5. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ MC കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആദ്യത്തെ വാല്യൂ നമ്മൾ ഏത് എഴുതണം? ആദ്യത്തെ വാല്യൂ നമുക്ക് ഇവിടെ എത്രയാണ് ഇവിടെ കിടക്കുന്നത്? 100 തന്നെ എടുത്ത് എഴുതിയെന്നുള്ളൂ. ഓക്കെ, ആദ്യത്തെ വാല്യൂ നമ്മളിവിടെ കിടക്കുന്ന ഈ സെയിം 100 തന്നെ എടുത്ത് എഴുതി. ഓക്കെ ആണോ? അല്ലെങ്കിൽ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് ജസ്റ്റ് ഒരു പോയിന്റ് ഇട്ടാലും മതി. MC നമ്മൾ ആദ്യത്തെ വാല്യൂ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, കാരണം അവിടെ വേറെ ചേഞ്ച് ഒന്നും വരുന്നില്ല. സോ നമ്മൾ അവിടെ 0 ഇട്ട് എഴുതിയാലും മതി, 0 ഇട്ടാലും ഓക്കെ ആണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ MC കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം അടുത്തത് നോക്കാം. നെക്സ്റ്റ്, കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇസ് ഡാഷ്. കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിൻ്റെ ആൻസർ C, ആവറേജ് കോസ്റ്റ്. ഓക്കെ, അതായത് ടോട്ടൽ കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ആവറേജ് കോസ്റ്റ്. ഓക്കെ, ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ബൈ Q. ഓക്കെ, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആണ്. നിങ്ങളിപ്പോൾ ഇത്ര ഓർത്താൽ മതി. നിങ്ങൾ 100 യൂണിറ്റ്സ് ഓഫ് എ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ടോട്ടൽ കോസ്റ്റ് 10,000 ആണ്. അപ്പോൾ ആവറേജ് കോസ്റ്റ് കാണാനായിട്ട് ആ ടോട്ടൽ കോസ്റ്റ് ആയിട്ടുള്ള 10,000ൽ നിന്ന് ബൈ ക്വാണ്ടിറ്റി എത്രയാണ്? 100 യൂണിറ്റ്സ് Q ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കോസ്റ്റ് കിട്ടും. സോ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആവറേജ് കോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ AR ആൻഡ് MR. ARന്റെ ഫുൾ ഫോം എന്താ? ആവറേജ് റവന്യൂ. MRന്റെയോ? മാർജിനൽ റവന്യൂ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത്
ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റവന്യൂ ഏൺഡ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് സോൾഡ്. ഓരോ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് വിറ്റതിൽ നിന്നും കിട്ടുന്ന റവന്യൂ, അതാണ് ആവറേജ് റവന്യൂ. ആവറേജ് റവന്യൂ കിട്ടാനായിട്ട് ടോട്ടൽ റവന്യൂ ബൈ ക്യൂ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഓരോ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് വിറ്റിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആണ് എന്ത്? ആവറേജ് റവന്യൂ. ഇനി മാർജിനൽ റവന്യൂ എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു അഡീഷണൽ ആയിട്ടുള്ള യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടും കൂടെ വിറ്റു, അപ്പോൾ നമുക്ക് അഡീഷണൽ റവന്യൂ കൂടെ കിട്ടി. ഓക്കെ, അപ്പോൾ അതിനെയാണ് മാർജിനൽ റവന്യൂ എന്ന് പറയാം. ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് വിറ്റു അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ. എന്നാൽ മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന അഡീഷണൽ റവന്യൂ ആണ്. നമ്മൾ ഒരു യൂണിറ്റും കൂടെ 1 more യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടും കൂടെ വിറ്റു, അപ്പോൾ നമുക്ക് കുറച്ച് അഡീഷണൽ റവന്യൂ കൂടി കിട്ടി. സോ അതിനെയാണ് മാർജിനൽ റവന്യൂ എന്ന് പറയാം. അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആവറേജ് റവന്യൂ ഇസ് ദ ആവറേജ് റവന്യൂ പെർ യൂണിറ്റ്. മാർജിനൽ റവന്യൂ ഇസ് ദ റവന്യൂ ഫ്രം സെല്ലിംഗ് 1 more യൂണിറ്റ്. ഓക്കെ, അത്ര എഴുതിയാൽ മതി. നെക്സ്റ്റ് വൺ നോക്കി, പ്രൂവ് AR ഈക്വൽ ടു P. AR ഈക്വൽ ടു P എന്ന് പറയാനായിട്ട് അതെങ്ങനെയാണ്? ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ റവന്യൂ ബൈ ക്യൂ ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പ്രൈസ് എന്ന് കിട്ടും. ഓക്കെ, ആവറേജ് റവന്യൂ കാണാനായിട്ട് ടോട്ടൽ റവന്യൂ ബൈ ക്യൂ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രൈസ് P കിട്ടും. അതാണ് AR ഈക്വൽ ടു P. ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ടോട്ടൽ റവന്യൂ ബൈ ക്യൂ. അത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് P, പ്രൈസ്. അത്രയും ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് നോക്കാം. 4 മാർക്സിന്റെ റൈറ്റ് ഇനി 4 ഷോർട്ട് റൺ കോസ്റ്റ് വിത്ത് ഇക്വേഷൻസ്. ഓക്കെ, ഏതെങ്കിലും 4 ഷോർട്ട് റൺ കോസ്റ്റുകൾ എഴുതാനാണ് പറയുന്നത്. നമുക്ക് എന്താണ് ഷോർട്ട് റൺ കോസ്റ്റിൽ നമുക്ക് ഏതൊക്കെ എഴുതാം? നമുക്ക് എന്താ പറയുക, ഇവിടെ എന്തൊക്കെയാണ് എടുക്കുന്നത്? ഏതെങ്കിലും 4 എഴുതിയാൽ മതി. ഷോർട്ട് റൺ കോസ്റ്റിൽ നമുക്ക് TFC, TVC, TC ഒക്കെ എഴുതാം. ഓക്കെ, TFC, TVC, TC, AC ഒക്കെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ. TFC എന്ന് പറയുമ്പോൾ TFCയുടെ ഇക്വേഷൻ എന്താണ്? അത് എഴുതണം, ഇക്വേഷൻ കൂടി എഴുതണം. TFC കാണാനായിട്ട് നമ്മൾ TFCയുടെ നമ്മൾ എഴുതാനായിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. ദാറ്റ് ഇസ് TC മൈനസ് TVC ചെയ്യുക. പിന്നെ TVC കാണാനായിട്ട് TC മൈനസ് TFC, TC കാണാനായിട്ട് TFC പ്ലസ് TVC, പിന്നെന്താണ് AC കാണാനായിട്ട് AFC പ്ലസ് AVC. പല ഇക്വേഷൻസ് ഉണ്ടല്ലോ. ഓക്കെ, നിങ്ങൾക്ക് അതിലേതെങ്കിലും ഇക്വേഷൻ എളുപ്പമുള്ളത് പഠിച്ചു വയ്ക്കുക, എന്നിട്ട് വേണത് ചെയ്യാം. ഓക്കെ, ആ ഇക്വേഷൻ എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൻ്റെ ഡയഗ്രാം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, സാറില്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സ്റ്റേറ്റ് ദ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനും അതിൻ്റെ ഡയഗ്രാമാണ് വരയ്ക്കാൻ പറഞ്ഞത്. ഓക്കെ, നമ്മളിവിടെ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഓക്കെ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രൊഡക്ഷൻ നടത്തി നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, ഓക്കെ, പ്രൊഡക്ഷൻ നടത്തിയിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്? ഒരു ഇൻപുട്ടും കൂടെ നമ്മൾ കൂടുതൽ ഇടുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെ മാറുന്നു? ദാറ്റ് ഈസ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു ബേക്കറിയുടെ എക്സാമ്പിൾ വെച്ചിട്ട് എനിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, ശ്രദ്ധിച്ചോ. നിങ്ങളൊരു ബേക്കറി റൺ ചെയ്യണമെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് അവിടെ ഇഷ്ടംപോലെ മെഷീൻസ്, ഓവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾ അതിൻ്റെ കൂടെ കുറച്ച് ബേക്കേഴ്സിനെ കൂടെ ആഡ് ചെയ്തു, കുറച്ച് ജോലി ചെയ്യാൻ ബേക്കേഴ്സിനെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ബ്രെഡാണ് മേക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അവിടെ അത് ചെയ്ത് കഴിയുമ്പോൾ എന്താ പറയുക, പല കാര്യങ്ങളും അവിടെ നടക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ബേക്കേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെഡ് പ്രൊഡക്ഷൻ കൂടുതൽ നടക്കും, അല്ലേ? ഓക്കെ, അതായത് പുതിയ ബേക്കർ വരുമ്പോൾ ഉറപ്പായിട്ട് ഒരു പുതിയ ഐഡിയ ഉണ്ട്. അപ്പോൾ കൂടുതൽ ബേക്കേഴ്സിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബേക്കേഴ്സിൻ്റെ പ്രൊഡക്ഷൻ കൂടും ഉറപ്പായിട്ട്. പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടും, അല്ലേ? കൂടുതൽ ആളുകളെ ജോലിക്ക് നിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രൊഡക്ഷൻ കൂടും എന്നുള്ള പോയിന്റ് ഓർക്കാം. സോ എന്താണ്? ഇൻക്രീസിങ് റിട്ടേൺസ് എന്നുള്ള ഐഡിയ ഓർക്കാം, ഇൻക്രീസിങ് റിട്ടേൺസ്. പിന്നെ അതൊരു ഒരെണ്ണം. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ബേക്കേഴ്സിനെ ആഡ് ചെയ്തു, പ്രൊഡക്ഷൻ കൂടി, പക്ഷേ പഴയതിൻ്റെ അത്രയും പ്രൊഡക്ഷൻ കൂടുന്നില്ല. കാരണം നമ്മുടെ ഓവൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഓവൻസ് ഒക്കെ ക്രൗഡഡ് ആവാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഒരു ബേക്കർ എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോൾ വേറെ ബേക്കർ അതിൻ്റെ കൂടെ തന്നെ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അവർക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് 2 പേര്, ചെറിയ ബേക്കറിൽ കുറേ ആളുകളുണ്ടെങ്കിൽ അതൊരു കൺജസ്റ്റഡ് ആയി വരും. സോ ദാറ്റ് ഇസ് ഡിമിനിഷിംഗ് റിട്ടേൺ. എന്ന് പറഞ്ഞാൽ കൂടുതൽ ബേക്കേഴ്സിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലാണ്, എന്നാൽ പണ്ടത്തെ പോലെ പ്രൊഡക്ഷൻ ഇല്ല. കാരണം ഓവൻസ് എല്ലാം ക്രൗഡഡ് ആയിക്കാണ്. അതേപോലെ ഒരു ബേക്കർ പോകുമ്പോൾ മറ്റൊരു ബേക്കറിന് അവിടെ തടസ്സമായി വരുവാണ്. സോ അതാണ് ഡിമിനിഷിംഗ് റിട്ടേൺസിൻ്റെ ഒരു ഐഡിയ. പിന്നത്തെയാണ് നെഗറ്റീവ് റിട്ടേൺസ്. അതായത് നിങ്ങൾ കുറേ ബേക്കേഴ്സിനെ ആഡ് ചെയ്തു, അങ്ങനെ വരികയാണെങ്കിൽ പ്രൊഡക്ഷൻ കുറയും.
കാരണം എന്താണെന്ന് വെച്ചാൽ ബേക്കറിയിൽ ബേക്കേഴ്സ് കുറേ വരുന്നു, ക്രൗഡഡ് ആവുന്നവർക്ക് ഇഫിഷ്യൻ്റ് ആയിട്ട് വർക്കേ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ പ്രൊഡക്ഷൻ ശരിക്കും കുറയും. സോ ഇതാണ് നെഗറ്റീവ് റിട്ടേൺസ്. ഓക്കെ, ഈ 3 നിങ്ങൾ ഐഡിയ മനസ്സിലാക്കണം. ഇതിനൊരു ഇമേജും കൂടി ഉണ്ട്, ഒരു ഫിഗർ കൂടി ഉണ്ട്, ഡയഗ്രാം. അതുകൂടി വെച്ച് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇത് മനസ്സിലാവും. ഓക്കെ, ഇവിടെ ഈ ഒരു എന്താ പറയുക, ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഞാൻ നിങ്ങൾക്ക് ആ ഇമേജിൻ്റെ വെച്ചിട്ട് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ സ്റ്റേജ് 1 ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ, സ്റ്റേജ് 2 ഡിമിനിഷിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ, സ്റ്റേജ് 3 നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ബേക്കറിയുടെ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി ഞാൻ ഈ പിക്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യം പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കിയിട്ട് കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ ടെക്സ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അതിൽ ഒരു ടേബിൾ ഉണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നുള്ള ചാപ്റ്ററിൽ ഈ ഇമേജിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ടേബിൾ കാണും. നിങ്ങളത് വെച്ചിട്ട് റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഒരു ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ MP, AP, TP അല്ലേ, 3 MP കാണാം, AP കാണാം, TP കാണാം. യെസ്, ഇത് അല്ലേ കാണാം. ഇവിടെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ TP ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സ്റ്റേജ് 1 കണ്ടോ, നിങ്ങൾ ഈ സ്റ്റേജ് 1 നോക്കണം. ഇപ്പോൾ ഇതാണ് നോക്കേണ്ടത്. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ ഈ TP ആദ്യം നോക്കിയത്, ദിസ് ഇസ് TP, ഈ കാണുന്നത് ഇതാണ് TP. അപ്പോൾ നോക്കി, TP ഇൻക്രീസസ്, TP ഇങ്ങനെ കയറി വരാണ്. ഇവിടെ വരെ നോക്കിയാൽ മതി, കണ്ടോ, ഇൻക്രീസ് ചെയ്യാണ് അല്ലേ. അവിടെ എന്താണ്, TP ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്. ഓക്കെ, ഇനി MP നോക്കാം നമുക്ക്. MP മതി, ഇതാണ് MP. സോ MP ഇൻക്രീസ് ചെയ്തു, അല്ലേ, ഇൻക്രീസ് ചെയ്തു ആൻഡ് റീച്ചസ് ഇറ്റ്സ് മാക്സിമം. ഇവിടെ റീച്ചസ് ഇറ്റ്സ് മാക്സിമം, മാക്സിമമിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, അടുത്തത് ഫസ്റ്റ് സ്റ്റേജ് എൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്, ഈ MP ഫസ്റ്റ് സ്റ്റേജ് എൻഡ്സ് വെൻ AP ഇസ് മാക്സിമം. AP മാക്സിമത്തിലേക്ക് എത്തുന്നു, കണ്ടോ, ഇവിടെ എത്തുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് അവിടെ തീരാണ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജ് ഇവിടെ തീർന്നു. അത്രയും 3 കാര്യങ്ങൾ ഓർക്കാം. എന്തൊക്കെയാണ് സംഭവിച്ചത്, ഫസ്റ്റ് ഇവിടെ ഓക്കെ, ഫസ്റ്റ് ഇവിടെ TP ഇൻക്രീസിംഗ് റേറ്റിൽ ഇവിടെ എത്തി, MP ഇവിടെ എത്തുന്നു, AP ഇവിടേക്ക് എത്തുന്നു. ഇതിലെത്തിപ്പിക്കാൻ സ്റ്റേജ് 1 തീരാണ്. അവിടെ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു സ്റ്റേജാണ് അവിടെ. ഇനി രണ്ടാമത്തെ സ്റ്റേജ് നോക്കിയാലോ. രണ്ടാമത്തെ സ്റ്റേജ് നോക്കുമ്പോൾ സ്റ്റേജ് 2. ഓക്കെ, സ്റ്റേജ് 2 നോക്കാം. സ്റ്റേജ് 2 ഓക്കെ, ഇവിടെ എന്താ നോക്കാം. TP ഇൻക്രീസസ് അറ്റ് ഡിക്രീസിംഗ് റേറ്റ്. TP എന്ത് സംഭവിക്കുകയാണ്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും ഡിക്രീസിലേക്ക് തിരിയാണ്. ഇൻക്രീസ് ചെയ്യുന്നത് ഡിക്രീസിംഗ് റേറ്റിലാണ്. ഓക്കെ, ഇവിടെ MP എന്താ സംഭവിക്കുന്നത്, MP ഫോൾസ്, താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ, കണ്ടോ, MP ഫോൾസ്, താഴേക്ക് പോകണം ഇവിടെ അല്ലേ, താഴേക്ക് പോകണം. ദെൻ നെക്സ്റ്റ് അടുത്തത് എന്താണ്, APയും ഡിക്ലൈൻ ചെയ്തു താഴേക്ക് തന്നെ. ഇതാണ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ഇനി നെഗറ്റീവ് റിട്ടേൺസ് പറഞ്ഞുതരാം. TPക്ക് എന്താ സംഭവിച്ചത്, ഡിക്ലൈൻഡായി, താഴേക്ക് വന്നുണ്ടോ, ഇവിടെ മുതൽ ഡിക്ലൈൻ ആയി തേർഡ് സ്റ്റേജിൽ, തേർഡ് സ്റ്റേജ് ഇതാണ്. TP താഴേക്ക് വന്നു, MP എന്തായി നെഗറ്റീവ്, അതായത് ഇവിടെ നിന്ന് പിന്നെയും താഴേക്ക് വന്നു, എക്സ് ആക്സിസിൽ നിന്നും താഴേക്ക് വന്നു. ഓക്കെ, AP ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, താഴേക്ക് വരുന്നുണ്ട്, പക്ഷെ എന്താ പറയുക, 0യിലേക്കൊന്നും എത്തുന്നില്ല. AP ഡിക്ലൈൻ ആവുന്നുണ്ട്, താഴേക്ക് തന്നെയാണ്. സോ ഇതാണ് നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം.